2008 മുംബൈ ആക്രമണത്തിനും 2019 ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ചാവേർ ആക്രമണത്തിനും ശേഷം ജമ്മു കാശ്മീർ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമയിൽ ഏപ്രിൽ 22-ന് നടന്നത്. ഈ ഒരു സിവിലിയൻ ടൂറിസ്റ്റ് അറ്റാക്ക് നടത്തിയത് TRF ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ്. എന്താണ് TRF? ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തദ്ദേശീയ കശ്മീരി പ്രതിരോധ പ്രസ്ഥാനമാണ്. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച ഒന്നാണ്. 2019 ആർട്ടിക്കിൾ 370 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിക്കൊണ്ട് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ പ്രതികാരമെന്നോണം 2019 ഒക്ടോബറിൽ രൂപീകൃതമായ ഇസ്ലാമിക് തീവ്രവാദ സംഘടനയാണ് TRF. മുഹമ്മദ് അബ്ബാസ് ഷെയ്ഖിന്റെയും ഷെയ്ഖ് സജാദ് ഗുലിന്റെയും നേതൃത്വത്തിൽ ജിഹാദിസ്റ്റ് വിമത ഗ്രൂപ്പായ ലഷ്കർ ഇ ത്വയ്ബയാണ് ഈ സംഘടന സ്ഥാപിച്ചത്. ഹിസ്ബുൾ മുജാഹിദീൻ, അൽ ഖ്വയ്ദ, ഇന്ത്യൻ മുജാഹിദീൻ, അർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാം പോലുള്ള മറ്റ് വിമത ഭീകര ഗ്രൂപ്പുകളും TRFും ചേർന്നാണ് പല ഏറ്റുമുട്ടലുകളും ഭീകരാക്രമണങ്ങളും ജമ്മു കാശ്മീരിൽ നടത്തിയിരുന്നത്. മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക, മതേതര പ്രതിച്ഛായ പ്രദർശിപ്പിക്കുക, മതേതര പ്രസ്താവനകൾ, മറ്റ് ലോഗോകൾ ഇറക്കിക്കൊണ്ട് അക്രമത്തെ ന്യായീകരിക്കുക, ഇതൊക്കെ അവരുടെ പതിവ് രീതികളാണ്. നിരോധിത ഭീകര ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, തീവ്രവാദത്തിന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് സഹായം നൽകുക, സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക, ആയുധങ്ങളും മയക്കുമരുന്നുകളും കള്ളക്കടത്ത് നടത്തുക, ഇതൊക്കെ ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ്. 2020 5 ഇന്ത്യൻ പാരാ കമാൻഡോകളുടെ മരണത്തിനിടയാക്കിയ കേരൻ സെക്ടറിലെ വെടിവയ്പും അവരുടെ നേതാവായ റിയാസ് അഹമ്മദിനെ പാക് അധീന കശ്മീരിൽ വെച്ച് കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്നോണം 2023 അനന്തനാഗ് ജില്ലയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നടത്തിയ ഗറില്ല യുദ്ധവും 2024 റിയാസി ആക്രമണവും TRFിന്റെ നേതൃത്വത്തിലായിരുന്നു. കശ്മീരി പത്രപ്രവർത്തകനായ ഷുജാദ് ബുഖാരിയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ TRFിന്റെ പങ്ക് വ്യക്തമായതോടെ 2023 ഇന്ത്യൻ സർക്കാർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുള്ള 1967 UAPA നിയമം പ്രകാരം TRF നിരോധിക്കുകയും ഷെയ്ഖ് സജാദ് ഗുലിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ TRFിന്റെയും പാകിസ്ഥാന്റെയും പങ്ക് വളരെ വ്യക്തമാണ്. നാളിതുവരെ സുരക്ഷാ സേനയെ മാത്രം ആക്രമിച്ചിരുന്ന ഇവർ പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത് എന്തിനായിരിക്കും? വർഷം തോറും കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. 3.5 മില്യൺ വിനോദസഞ്ചാരികളാണ് 2024 കശ്മീർ കാണാനെത്തിയത്. വളരെയേറെ പ്രകൃതി ഭംഗിയുള്ള വനങ്ങളും പൈൻമരങ്ങളും തിങ്ങി നിറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസ്തരൻ വാലിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ഒത്തിരിയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. അവിടെ നിന്ന് കാൽനടയായോ കുതിരപ്പുറത്തോ അരമണിക്കൂറിൽ കൂടുതൽ സഞ്ചരിച്ചാലാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ ആരോഗ്യ കേന്ദ്രമോ എത്തിപ്പെടാൻ പറ്റുക. ആ ഒരു സമയം മാത്രം മതി ഭീകരർക്ക് രക്ഷപ്പെടാനും. സൈനിക വേഷം ധരിച്ച് ഹെൽമെറ്റിൽ ക്യാമറ ഘടിപ്പിച്ച് തൊട്ടടുത്ത് വന്ന് പേര് വിവരങ്ങൾ ചോദിച്ച് മതം മനസ്സിലാക്കി വെടിയുതിർക്കുന്ന അക്രമ മനോഭാവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തില്ലായിരുന്ന സമയം നോക്കി, JD വാൻസ് ഇന്ത്യ സന്ദർശിച്ച സമയം നോക്കി, കശ്മീരിന്റെ ക്രമസമാധാനം നഷ്ടമാക്കിയ ഈ ഭീകരർക്ക് മാപ്പില്ല. പെഷവാറിലെ ലഷ്കർ ഇ ത്വയ്ബ ആസ്ഥാനത്തിന്റെ തലവനായ സെയ്ഫുള്ള ഖാലിദ് അല്ലെങ്കിൽ സെയ്ഫുള്ള കസൂരിയുടെ നേതൃത്വത്തിൽ 2 പാകിസ്ഥാനികളും 2 കശ്മീരികളും ഉൾപ്പെടെ 6 പേരടങ്ങുന്ന സംഘമാണ് ഈ ഒരു ആക്രമണം പ്രാദേശിക കശ്മീരികളുടെ സഹായത്തോടെ നടത്തിയത്. 2008 മുംബൈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തഴാവൂർ ഹുസൈൻ റാണയെ അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യക്ക് കൈമാറിയതിനെ തുടർന്ന് ഇന്ത്യൻ NIA 2025 ഏപ്രിൽ 8-ന് റാണയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതെല്ലാം TRFിനെ പ്രകോപിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ കൗണ്ടർ അറ്റാക്കിനെ ഭയന്ന് പാക് ഒക്യുപൈഡ് കശ്മീരിന്റെ ബോർഡറിലുള്ള ജനങ്ങൾ വീടുകൾ ഒഴിഞ്ഞു. അതുപോലെ പാകിസ്ഥാൻ അവരുടെ വിമാനങ്ങൾ ബോർഡറിനടുത്തു നിന്നും മാറ്റിക്കഴിഞ്ഞു. ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ച് അവരും ഒരുങ്ങാണ്. ആ ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ.